ഹായ് മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, കുറെ ആളുകൾ പറഞ്ഞു സാറ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസിന്റെ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. മക്കളെ, ഏറ്റവും ഇമ്പോർട്ടന്റ് നാളത്തെ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഡെറിവേഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിച്ചോ മക്കളെ, ഫസ്റ്റ് ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. ഫസ്റ്റ് ഡെറിവേഷന് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ആക്സിയൽ ലൈന്. ആക്സിയൽ ലൈനിലുള്ള ഡെറിവേഷൻ ആണ് ആദ്യത്തെ ഡെറിവേഷന്. മേ ബി ചിലപ്പോ ഉണ്ടാവും, ഞാൻ അതിന് മുന്നേ തീരും ചിലപ്പോൾ. ഓക്കെ, ശ്രദ്ധിച്ചോ മക്കളെ, നോമ്പൂർക്കാനുള്ള സമയം അതുകൊണ്ടാക്കാം. ഓക്കെ, ഈ സീക്കൾ ഫസ്റ്റ് തന്നെ ഈ സീക്കൾ പ്ലസ് ക്യൂ. ഇവിടെ രണ്ടെണ്ണം കാണാം, ഈ സീക്കൾ പ്ലസ് ക്യൂ കാണാം, മൈനസ് ക്യൂ കാണാം അല്ലെ. അപ്പം പിന്നെ ഇ പ്ലസ് ക്യൂ ഈക്വൽ ടു 1/4πε0 q ബൈ r മൈനസ് a ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ രണ്ട് ഓർത്തൊക്കെ വളരെ എളുപ്പമാണ്. ഇ പ്ലസ് ക്യൂ 1/4πε0 q ബൈ r മൈനസ് a ഹോൾ സ്ക്വയറും മൈനസ് ആണെന്നുണ്ടെങ്കിലോ 1/4πε0 q ഡിവൈഡ് ബൈ r പ്ലസ് a ഹോൾ സ്ക്വയർ ആണ്. എന്നിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യണം, നമ്മളൊന്ന് ആഡ് ചെയ്യാം. രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ മൈനസ് ക്യൂ ഉണ്ടാവും, രണ്ടൊന്ന് ആഡ് ചെയ്യാം. പ്രയാസം ഉണ്ടാവോ, പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ഞാൻ നോക്കടാ ഈസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡ് ബൈ r മൈനസ് a ഹോൾ സ്ക്വയർ മൈനസ്. സാർ എങ്ങനെ മൈനസ് ഒന്ന്? ഇവിടെ എന്തുണ്ട് അറിയോ? ഇത് നെഗറ്റീവ് ആയിരിക്കും, കാരണം നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. നെഗറ്റീവ് ചാർജ് ആണ്, അത് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ മൈനസ് വന്നത്, സെന്ററിൽ മൈനസ് വന്നത്. ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ഇവിടെയും ക്യൂ ഉണ്ട്, ഇവിടെ 4πε0 ഉണ്ട്, ഇവിടെയും 4πε0 ഉണ്ട്. അപ്പൊ ഞാൻ അതിന് കോമൺ ആയിട്ട് എഴുതി, q ഡിവൈഡ് ബൈ 4πε0 കോമൺ ആയിട്ട് എഴുതി. ഇനി ബാക്കി എന്താ ഉള്ളടാ? ഇവിടെ ഒരു 1/r മൈനസ് a ഹോൾ സ്ക്വയർ ഉണ്ടാവും. ഞാൻ അതിനെ ഇവിടെ താഴോട്ട് എഴുതി മൈനസ്. ഇവിടെ ഒരു 1/r പ്ലസ് a ഹോൾ സ്ക്വയർ ഉണ്ടാവും. ഞാൻ അതിനെ ഇവിടേക്ക് എഴുതി. ഓക്കെ, കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് എഴുതി. ഇനി ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക 4ar ഡിവൈഡ് ബൈ r മൈനസ് a r സ്ക്വയർ മൈനസ് a സ്ക്വയർ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട a സ്ക്വയർ 0 ആക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ 4നെ ഞാൻ ചെയ്തു 2 × 2 എഴുതി അല്ലെ, 2 × 2 എഴുതി. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ള ക്യൂനെ ഞാൻ ഇക്വേഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാരണം നിങ്ങൾക്ക് അറിയാം p ഈക്വൽ ടു 2aq നിങ്ങൾക്ക് അറിയാം. ദെൻ 2 × a × q എന്താണ്? p ആണ്. താഴെ ഒരു r ഉണ്ട്, ഇവിടെ ഒരു r⁴ ഉണ്ട്. കട്ട് ചെയ്താൽ r�3 വരും. അതാണ് r�3. അപ്പൊ എന്താണ് ഫൈനൽ ഇക്വേഷൻ? 1/4πε0 2p/r³. ഈ നോട്ട് ഞങ്ങൾക്ക് അയച്ചത് വൃത്തിക്ക്, കാരണം ഞാൻ അതിൽ വേറെ എക്സ്ട്രാ ഒന്നും എഴുതാത്തത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു ഡെറിവേഷൻ നോക്കണം. ഇക്വേഷൻ ഫോർ യൂണിഫോംലി ചാർജ് ഇൻഫിനിറ്റ്ലി ലോങ് വയർ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നാളത്തെ എക്സാമിന് വരും, ശ്രദ്ധിച്ചോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലൊരു യൂണിഫോം എന്ത് ചെയ്യുക, ഇൻഫിനിറ്റി വയർ വരക്കുക. അതിന് ചുറ്റും എന്ത് ചെയ്യണം, ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നോക്കണം. ഫൈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ഫൈസ് ഈക്വൽ ടു 2es അല്ലെ. ഞാൻ എഴുതി, സോറി 2 ഉണ്ടാവില്ല കേട്ടോ, es എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ബൈ മിസ്റ്റേക്ക്. ഓക്കെ, ഐ ആം ഡിലീറ്റിംഗ് ദ 2 ഞാൻ ഒഴിവാക്കി. ശ്രദ്ധിച്ചോ അവിടെ es എന്നാണ് അല്ലെ. ഫൈസ് ഈക്വൽ ടു es, e ഡോട്ട് s ഒക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അടുത്തൊരു ഇക്വേഷൻ ഇവിടെ എഴുതുന്നത് ഫൈസ് ഈക്വൽ ടു es. അതുപോലെ തന്നെ ഫൈസ് ഈക്വൽ ടു q/ε0, രണ്ടും നിങ്ങൾക്ക് അറിയാം. ts ഈക്വൽ ടു q/ε0. ഓക്കെ, പ്രയാസം ഉണ്ടോ? s എന്ന് പറഞ്ഞാൽ 2πrl ആണ് അല്ലെ, ഏരിയ ആണ്, 2πrl ആണ്, ഈക്വൽ ടു q/ε0. ഓക്കെ, ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ക്യൂവിനെ നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. q ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം ലാംഡ ഈക്വൽ ടു q/l. ദെൻ q ഈക്വൽ ടു ലാംഡ ഇൻറ്റു l. ഞാനിവിടെ ക്യൂക്ക് വേറെ എന്ത് കൊടുത്തുടാ, ലാംഡ എൽ കൊടുത്തു. എല്ലും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക, ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πr∈0. മക്കളെ, അടുത്ത മൂന്നാമത്തെ ഡെറിവേഷനിലേക്ക് പോവാം. മൂന്നാമത്തെ ഡെറിവേഷൻ ഒരുപാട് സമയം കളയുന്നില്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് പോവാണ്. മൂന്നാമത്തെ ഡെറിവേഷൻ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെതാണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഫൈസ് ഈക്വൽ ടു es q/0 നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഓക്കെ, എസ് പറഞ്ഞത് ഒരു സ്ഫിയർ ആണ് സർ, 4πr². ഓക്കെ, ഏതാ 4πr² അറിയുന്നത്? ഇതാ നമ്മുടെ സർഫസിന്റെ, ഗോഷ്യൻ സർഫസിന്റെ r ആണ്. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നതാ, 4π, ഇവിടെ ക്യാപിറ്റൽ r ആണ്. ഓക്കെ, 4πr². ഓക്കെ, ദെൻ നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാം? 4π നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി വരുന്നത് ഈസ് ഈക്വൽ ടു σr²/ε0 സ്മോൾ r² ആണ്. ഓക്കെ, ദെൻ ഇനി ഇതിന്റെ ഫസ്റ്റ്, ഇതാണ് ഔട്ട് സൈഡ് വരുന്നത്. ഇതിന്റെ സെക്കൻഡ് കേസ് ആണ് എന്ത് വരുന്നത്, ഫീൽഡ് ഓൺ ദ സർഫസ്. അപ്പൊ ആറും കട്ട് ചെയ്യും, σ/ε0. ഇൻസൈഡ് വരുമ്പോൾ ആൻസർ 0 വരും. ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ, പ്രയാസങ്ങളൊന്നുമില്ല, ഓർത്ത് വെക്കണം.
അടുത്തതാണ് ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ആദ്യം തന്നെ നിങ്ങൾ ആലോചിക്കാം സി ഈക്വൽ ടു ക്യൂ ബൈ വി. സി ഈക്വൽ ടു ക്യൂ ബൈ വി. അപ്പൊ ക്യൂനെ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ക്യൂ ഈക്വൽ ടു സിഗ്മ എ. ക്യൂ ഈക്വൽ ടു സിഗ്മ എ. അപ്പൊ എന്താ സാറേ വി എന്ന് പറയുന്നത്? വി എന്ന് പറയുന്നത് എന്താണ്? ഇ ഡി ആണ്. വി ഈക്വൽ ടു ഇ ഡി ആണ്. സാറേ എന്താ ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ ആണ്. സിഗ്മ ബൈ എപ്സിലോൺ സീറോ. അങ്ങനെ ആവുമ്പോ മക്കളെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്താടാ? വി ഈക്വൽ ടു ഇക്ക് പറയാൻ സിഗ്മ ബൈ എപ്സിലോൺ സീറോ എന്ന് എഴുതി. പിന്നെ അവിടെ എന്താ? ഡി ഉണ്ട്. വി ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ഡി. ദെൻ മക്കളെ ഇതാ ഇവിടെ നേരെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വായിച്ചിട്ട് ഒന്നുകൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോ. ക്യൂവിന് പകരം സിഗ്മ എ എന്ന് കൊടുത്തു. വിക്ക് പകരം സിഗ്മ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ഡി എന്ന് കൊടുത്തു. എടാ സിഗ്മ കട്ട് ചെയ്താല് ഇവിടെ താഴെ ഒരു എപ്സിലോൺ സീറോ ഇല്ലടാ. ഈ എപ്സിലോൺ സീറോ എങ്ങോട്ട് പോകുന്ന? നേരെ മുകളിലോട്ട് പോകും. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും എപ്സിലോൺ സീറോ എ ബൈ ഡി. ചെയ്ത് നോക്കണേ പൊന്നുമക്കളെ. 4 എണ്ണം ആയിട്ടോ, 4 ഡെറിവേഷൻ ആയിട്ടോ. അടുത്തത് 5ാമത്തെ ഡെറിവേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആദ്യം തന്നെ നിങ്ങൾ കാണും വെലോസിറ്റി കാണണ്ടേ. നമുക്ക് കയ്യിലുള്ള ഫോഴ്സ് ആണ്. എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ അറിയാം. എഫ് ഈക്വൽ ടു ക്യൂ ഇ എന്നുള്ള ഇക്വേഷൻ അറിയാം. ഞാൻ ക്യൂ ഇ എന്നുള്ള ഇക്വേഷൻ എടുത്തു. എടാ ഇവിടെ ക്യൂ പറഞ്ഞ ഇലക്ട്രോൺസ് അല്ലടാ, ഇലക്ട്രോൺസ് ആണ്. സോ ക്യൂക്ക് പകരം മൈനസ് ഇ എന്ന് കൊടുത്തു. അപ്പം ദാ എഫ് ഈക്വൽ ടു മൈനസ് ഇ എന്നായി. ഇനി നിങ്ങൾക്ക് കാണേണ്ടത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ കാണാൻ നിങ്ങൾക്ക് അറിയാം. ആക്സിലറേഷൻ ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ് ആണ് അല്ലെ. എഫ് ബൈ എം ആണ്. എഫ് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ്? മൈനസ് ഇ ബൈ പിന്നെ മാസ് എം. ഓക്കെ, ആക്സിലറേഷൻ കിട്ടി. എടാ ഇനി വെലോസിറ്റി കാണാൻ നിങ്ങൾക്ക് അറിയാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ടൈമിന് ഇവിടെ റിലാക്സേഷൻ ടൈം ടോ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വി ഡി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടോ, റിലാക്സേഷൻ ടൈം. അപ്പം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഇ ബൈ എം ആണ്. ഇൻറ്റു ടൈമിന് ടോ എന്ന് കൊടുക്കും. അപ്പം വി ഡി ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ എന്നുള്ള അതിമനോഹരമായ ഒരു ഇക്വേഷൻ. ഇതാണ് നമ്മുടെ 5th ഡെറിവേഷൻ. അതുപോലെ തന്നെ അടുത്ത ഡെറിവേഷൻ 6th ഡെറിവേഷൻ എന്താ? വീസ്റ്റോൺ ബ്രിഡ്ജ് ആണ് മക്കളെ. ശ്രദ്ധിച്ചോ. വീസ്റ്റോൺ ബ്രിഡ്ജ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം അക്കോർഡിംഗ് ടു കറണ്ട് റൂൾ. ഓക്കെ, കറണ്ട് റൂൾ അനുസരിച്ച് ഇങ്ങനെ പോകുന്ന I1 ഇങ്ങനെ വരുന്ന കറണ്ട് ഇതിലെ പോകുന്നത് ഒരേ സാധനം. അപ്പൊ I1 ഈക്വൽ ടു I3. അതുപോലെ തന്നെ ഈ I2 ഈ I4 ഒന്നായിരിക്കും. അപ്പൊ I2 ഈക്വൽ ടു I4. ഓക്കെ, അത് രണ്ടും ഈക്വൽ ആണ് എഴുതി. ഇനി അടുത്തത് വോൾട്ടേജ് നോക്കണം. വോൾട്ടേജ് I1 R1 ഈക്വൽ ടു I2 R2. I1 R1 ഈക്വൽ ടു I2 R2 ഈക്വൽ. അപ്പൊ അത് എഴുതി. അടുത്ത് I3 R3 ഈക്വൽ ടു I4 R4 അതും എഴുതി. രണ്ടും ഡിവൈഡ് ചെയ്യാണ്. I1 R1 ഡിവൈഡ് ബൈ I3 R3 ഈക്വൽ ടു I2 R2 ഡിവൈഡ് ബൈ I4 R4. എടാ ഈ I1 ഉം I3 ഈക്വൽ അല്ലേ? I1 ഉം I3 ഈക്വൽ അല്ലേ? ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പൊ ഞാൻ അത് രണ്ടും എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അതുപോലെ തന്നെ I2 ഉം I4 ഉം ഈക്വൽ ആണ്. അപ്പൊ അതും കട്ട് ചെയ്തു. ബാക്കിയുള്ളത് താഴെ എഴുതിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വീസ്റ്റോൺ ബ്രിഡ്ജ്. സീനൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞാലടാ നമ്മുടെ 7th ഡെറിവേഷൻ ആണ്. ഏതടാ? ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്സിസ് ഓഫ് കറണ്ട് ലൂപ്പ്, സർക്കുലർ കറണ്ട് ലൂപ്പുമായി ബന്ധപ്പെട്ടുള്ളത്. ആദ്യം നിങ്ങൾ ചെയ്യുക ഡി ബി സീക്വൽ μ0/4π IDL ബൈ ആർ സ്ക്വയർ. എടാ ഇവിടെ ആർ ഇതല്ലേ? ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആയിരിക്കും അല്ലെ. ആർ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആയിരിക്കും. ഞാൻ അത് അവിടെ എഴുതി, അത് താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എടാ നിങ്ങൾക്ക് അറിയാം ഇവിടെ ടോട്ടൽ ഇങ്ങോട്ടൊരു സൈൻ തീറ്റ ഉണ്ട്, താഴോട്ടൊരു സൈൻ തീറ്റ ഉണ്ടാവും. സോ ഇത് ക്യാൻസൽ ആയി പോകും. അപ്പൊ ടോട്ടൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ടുള്ള ഡി ബി കോസ് തീറ്റ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇന്റഗ്രൽ ഡി ബി കോസ് തീറ്റ. അപ്പൊ മക്കളെ കോസ് തീറ്റ നമുക്ക് അറിയാത്ത ആളാണ്. കോസ് തീറ്റ കാണണം. കോസ് തീറ്റ ഈക്വൽ ടു ഇതല്ലട തീറ്റ, അഡ്ജസന്റ് സൈഡ് 6 അല്ലെ, ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്. എടാ 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 6 പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ് അല്ലെ. ആർ സ്ക്വയർ സ്ക്വയർ ഒഴിവാക്കിയ റൂട്ട് വരും. റൂട്ടിന് പകരമാണ് അവിടെ 1/2 കിട്ടത്. പ്രയാസം ഉണ്ടാവോ? പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഇല്ല, വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർത്തു വെച്ച് പഠിക്കണം കേട്ടോ. ശ്രദ്ധിച്ചോ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? നമ്മളിവിടെ ഡി ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? μ0/4π IDL ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് കൊടുത്തു. കോസിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ആർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 1/2 എന്ന് കൊടുത്തു. പ്രയാസം ഉണ്ടോ? എടാ ഇനി ഇതിൽ ഇന്റഗ്രേഷൻ ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? DL മാത്രമേ ബാധകമുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ μ0/4π ഇവിടെ എഴുതി, I ഇവിടെ ഉണ്ട്, ആർ ഇവിടെ ഉണ്ട്, അത് എഴുതി. ഇനി അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് 1/2 ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് 3/2 എന്ന് കിട്ടും. ദെൻ ഇന്റഗ്രൽ DL ചെയ്തു. മക്കളെ ശ്രദ്ധിച്ചോ, μ0/4π IR ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് 3/2 ഇൻറ്റു DL ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? 2πr ആണ്.
എടാ ഇവിടെയുള്ള 2πയും ഇവിടെയുള്ള 4πയും കട്ട് ചെയ്ത താഴെ ഒരു 2 മാത്രം ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു മ്യൂസിറോ ഉണ്ട്, ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ ഒരു ആർ ഉണ്ട്, ഇവിടെ ഒരു ആർ ഉണ്ട്. സോ ആർ സ്ക്വയർ വന്നു. താഴെ പിന്നെ എന്താ ഉണ്ടാവുക? എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ചിലപ്പോ ചോദിക്കും മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെന്റർ ഓഫ് എ ലൂപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് 0 ആവും. സോ ദ ഫൈനൽ ആൻസർ ഇസ് μ0I/2r ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. എട്ടാമത്തെ ഡെറിവേഷൻ. സാർ എന്തോ ഇത്ര ഫാസ്റ്റ് ആയിട്ട് പോകുന്നതല്ലേ? എടാ, ഇതൊക്കെ നിങ്ങൾക്ക് നോട്ട് കിട്ടി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നോക്കണ്ടേ ഉള്ളൂ. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നോട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോവുക. ആ നോട്ട് കൂടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ പഠിച്ചു പോവുക. പ്രയാസം ഉണ്ടാവില്ല. ഓക്കെ, ദെൻ എ സി അപ്ലൈ ടു എൻ ഇൻഡക്ടർ. ആദ്യം തന്നെ ഞാൻ ചെയ്യേണ്ടത് ഇവിടെ എ സി എത്രയുടെ കൊടുത്തത്? Vm sin omega t ആണ്. ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട്, അതിൻ്റെതാണ് LdI/dt. അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അക്കോർഡിംഗ് ടു വോൾട്ടേജ് റൂൾ അനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. പ്രയാസമുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, ഞാൻ എന്ത് ചെയ്തു? ഈ സാധനത്തിന് ഇങ്ങോട്ട് എഴുതി അല്ലെ, ഇക്വേഷന്റെ രണ്ട് ഭാഗത്തോട്ട് എഴുതി. LdI/dt = Vm sin omega t. ദെൻ L താഴോട്ട് എഴുതിയ dI/dt = Vm/L sin omega t. ഓക്കെ, ഇനി ഞാൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു രണ്ട് സൈഡും. അപ്പൊ dI/dt ഇന്റഗ്രേറ്റ് ചെയ്താൽ I ആണ് അല്ലെ. ദെൻ Vm/L അത് എന്തില്ല, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കോൺസ്റ്റന്റ് ആണ്. സൈൻ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? cos omega t by omega. മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് cos omega t by omega. എടാ, ഞാൻ എന്ത് ചെയ്തു? ഈ ഒമേഗ മുന്നോട്ട് എഴുതി. I = -Vm/L omega cos omega t. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചോ, -Vm/XL. L omega എന്ന് പറഞ്ഞാൽ എന്താണ്? XL ആണ്. L omega എന്ന് പറഞ്ഞാൽ എന്താണ്? XL ആണ്. പ്രയാസമില്ല. ഓക്കെ, cos omega t. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചോ, അത് കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്തോടാ? ഈ cos omega t സൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സൈനിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. sin omega t - π/2 എന്ന് എഴുതി. പ്രയാസം ഉണ്ടോ? ദെൻ I = Im sin omega t - π/2. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ദെൻ LCR സർക്യൂട്ട് ആണ് അടുത്ത നമുക്ക് വരുന്നത്. LCRൽ നിങ്ങൾക്ക് ഫേസർ ഡയഗ്രം വെച്ചിട്ടാണ് LCR നമുക്ക് വരിക. ഫേസർ ഡയഗ്രം പഠിക്കാൻ എന്റെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. ഫേസർ ഡയഗ്രം വരക്കാൻ അറിയാത്ത ആരും ഉണ്ടാവരുത്. ഫേസർ ഡയഗ്രം ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നോക്കടാ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടേക്ക് എന്ത് ചെയ്യുക? VR വരക്കുന്നു, താഴോട്ടൊരു VL വരക്കുന്നു, മുകളിലോട്ടൊരു VC വരക്കുന്നു. എന്നിട്ട് ഈ VL കൂടെ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ VC - VL എന്നാവും. ഓക്കെ, ദെൻ ഇതിന്റെ എഫക്റ്റീവ് എടുക്കുന്നു. അപ്പൊ അതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? VM എന്ന് കൊടുക്കുന്നു. അപ്പൊ ടോട്ടൽ VM കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ? VR² + VC - VL². എടാ, VR എന്ന് പറഞ്ഞാൽ I ആണ്, IR² ആണ്, IR ഹോൾ സ്ക്വയർ ആണ്, പ്ലസ് IXC - IXL ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു. ഓക്കെ, IM ഞാൻ ഇവിടുന്ന് കോമൺ ആയിട്ടുള്ള എന്തിനെ ഞാൻ പുറത്തു കൊടുത്തോടാ? എല്ലാത്തിലും I കോമൺ ആണ്. I നെ ഞാൻ പുറത്തു കൊടുത്തു. എല്ലാത്തിനും സ്ക്വയർ ഉള്ളതുകൊണ്ട് I² ഞാൻ പുറത്തു കൊടുത്തു. I² പുറത്തെടുത്താൽ ഇവിടെ ഒരു R² ഉണ്ടാവും, R² പ്ലസ് ഇവിടെ ഒരു X ഉണ്ടാവും, ഇവിടെ ഒരു XL ഉണ്ടാവും, XC - XL ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ശ്രദ്ധിച്ചോ, I² = Vm ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ R² പ്ലസ് XC - XL ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ എടാ I = Vm divided by √of R² plus XC - XL ഹോൾ സ്ക്വയർ എന്നായി. എടാ, ഈ താഴെയുള്ള സാധനത്തിന് വിളിക്കുന്ന പേരാണ് Z അല്ലെങ്കിൽ ഇംപിഡൻസ് എന്ന് പറയുക. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എടാ, അത് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മൾ 10th എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. സിമ്പിൾ ആണ്, നമുക്കറിയാം. dW = V × dQ അല്ലെ. V എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ആണ്. അതിനെ നമുക്ക് എന്ത് EMF എഴുതാം. ഓക്കെ, EMF നമുക്ക് അടുത്തൊരു ഇക്വേഷൻ dI/dt എന്നുണ്ട്. ആ ഇക്വേഷനെ എഴുതി. ഞാൻ ഈ ഐയും ഈ DQ പാടെ അങ്ങോട്ടും കൂടി ഇന്റർചേഞ്ച് ചെയ്തു. ഐനെ അങ്ങോട്ട് എടുത്ത് പുറത്ത് കിട്ടും, DQ ഉള്ളിലേക്ക് ഇട്ടു. dQ/dt നിങ്ങൾക്കറിയാം. dQ/dt എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ആണ്, I ആണ്. ഓക്കെ, അപ്പൊ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതാം dQ/dt = I, കറണ്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തുടാ? അതിന് I എന്ന് കൊടുത്തു അല്ലെ, I എന്ന് കൊടുത്തു. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് LdI എന്താണ്? L²/2 ആണ്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി U = ½ LI². ഓക്കെ, 11ാമത്തെ നമുക്ക് ടോട്ടൽ 14നെ പഠിക്കാനുള്ളൂ. 11ാമത്തെ എക്സ്പ്രഷൻ ഫോർ AC. അത് നിങ്ങൾ എന്ത് ചെയ്യണം? Phi = BA cos θ cos omega t എന്നാക്കുക. ഓക്കെ, ദെൻ എപ്സിലോൺ = -n dφ/dt. ഓക്കെ, എന്താണത്? EMF ആണ് അല്ലെ. ദെൻ -n dφ ക്ക് പകരം BA cos omega t/dt. ഓക്കെ,
ബി എനെ പുറത്തെടുക്കും മൈനസ് എൻ പി എ കോസ് ഒമേഗ ടി ബൈ ഡി ടി. അതിന്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ ഒമേഗ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ടേമിന് നമ്മൾ ഫുൾ എന്തായിട്ടു എപ്സിലോൺ 0 ആക്കിയിട്ട് നൊട്ടേറ്റ് ചെയ്തു. ഇതിനാണ് മാക്സിമം ഇ എം എഫ് എന്ന് പറയാം. ഓക്കെ, പി is equal to E0 സൈൻ ഒമേഗ ടി. ഇത് നാളത്തെ പരീക്ഷ പേപ്പറിൽ വരും കേട്ടോ, ശ്രദ്ധിച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ 12ാമത്തതാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ വരുന്നത്. ഹൈഗൻസ് പ്രിൻസിപ്പിൾ വെച്ച് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൈഗൻസ് പ്രിൻസിപ്പിൾ ശ്രദ്ധിച്ചോ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ വൃത്തിക്ക് പഠിക്കട്ടോ. ഇത് മീഡിയം 1ൽ ഇതാ ഒരു സാധനം അങ്ങനെ ഇൻസിഡന്റ് ചെയ്യുന്നു. ഞാൻ കളർ യൂസ് ചെയ്ത് ഒരു മീഡിയം 1ൽ ഇതാ ഇൻസിഡന്റ് ചെയ്യുന്നു. അതേ സമയത്ത് ഇതാ ഇവിടെ ഉള്ള ആൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ എന്ത് ചെയ്തുട്ടാ ഒരു വേവ് ഫ്രണ്ട് വരച്ചു. ഇനി ഇതിങ്ങോട്ട് റിഫ്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇയാൾ ഇത്ര ട്രാവൽ ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ മാർക്ക് ഒക്കെ ചെയ്തു. ശ്രദ്ധിച്ചോ, സൈൻ ഐ എന്ന് പറഞ്ഞാൽ നോക്കടാ, ഐ ഇതാണ് അല്ലെ, സൈൻ ഐ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഈ ഒരു സ്ഥലം ട്രാവൽ ചെയ്ത് V1/T ആണ് അല്ലെ, V1/T. അഡ്ജസന്റ് സൈഡ് പറഞ്ഞാൽ സോറി ഹൈപ്പോട്ടനസ് പറഞ്ഞാൽ AC ആണ്, AC. ഈ സൈൻ R പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, അതായത് V2/T ഡിവൈഡ് ബൈ AC അല്ലെ, ഹൈപ്പോട്ടനസ് AC തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നതാണ്, ഇതിങ്ങനെ കട്ട് ചെയ്യും, AC കട്ട് ചെയ്യും, ടിയും കട്ട് ചെയ്യും, ബാക്കി എന്താ ഉള്ളത് V1/V2. ഓക്കെ, അതായത് നമുക്കറിയാം സൈൻ I ബൈ സൈൻ R ഈക്വൽ ടു V1/V2. വി നോ ദാറ്റ്, നമുക്ക് അറിയുന്ന കാര്യമാണ് V1/V2 is equal to N2/N1. നേരെ കൊടുക്കുക, സൈൻ I ബൈ സൈൻ R is equal to N2/N1. This is the final expression. Okay, then അടുത്താണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, ഞാൻ കിടലായിട്ട് വരച്ചുണ്ടാക്കിയതാണ്, ശ്രദ്ധിച്ചോണ്ടി. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇവിടെ നിങ്ങൾക്ക് ആദ്യം പിക്ചർ വരക്കാനൊക്കെ അറിയണം. പിക്ചർ വരക്കാൻ എന്താ പറയാ, പിക്ചറൊക്കെ വരക്കുക, നൈസായിട്ട് ഒരു പിക്ചറൊക്കെ വരച്ചു കൊടുക്കുക, സെറ്റ് ആക്കി കൊടുക്കുക. ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്, വരക്കാൻ അറിയണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആദ്യം ഞങ്ങൾക്ക് അറിയാം ഈ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇമേജ് ഫോം ചെയ്യേണ്ടത് ഇവിടെയായിരുന്നു. ഓക്കെ, ഈ ഭാഗത്തായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഡോട്ടഡ് ഇട്ടത് വരച്ച്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഫേസ് ഉള്ളതുകൊണ്ട് ഇമേജ് ഫോം ചെയ്യുക ഇവിടെയാണ്. ഞാനിവിടെ ജസ്റ്റ് ഇവിടെ ഐ ഡാഷും ഇവിടെ ഐ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചു, ഐ ഡാഷ് പറഞ്ഞാൽ അവിടെ ശരിക്കും ഇമേജ് ഫോം ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഐ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വി ഡാഷ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോ, ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ACB, ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആ ഭാഗത്തിനെ കുറിച്ച് പറയുമ്പോൾ N2/V ഡാഷ്. നമുക്കറിയാം N2ന്റെ താഴെ നമ്മൾ ചെയ്തത് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇതായിരുന്നു ഇമേജ്, അതായത് വി ഡാഷ് ആണ്. ഓക്കെ, അപ്പൊ N2/V ഡാഷ് മൈനസ് N1/U, അവിടെ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്, ഈക്വൾ N2 മൈനസ് N1/R. ഒരു പ്രശ്നവുമില്ല. അടുത്തത് നോക്കട്ടോ, അടുത്ത നമ്മൾ DB കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എടാ, ഈ ഭാഗത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഇതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒബ്ജക്റ്റ് ആണ് ഏത്, ഈ സാധനം ആരടാ, നമ്മുടെ പഴയ ഇമേജ് അല്ലെ. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു പോർഷനിൽ ഉണ്ടായിരുന്ന ഇമേജ് ആണ് ഈ രണ്ടാമത്തെ ഭാഗത്തിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്രല്ല എവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്, N2ന്ന് N1ലേക്കല്ലടാ പോകുന്നത് അല്ലെ. അപ്പൊ N1 ആണ് ആദ്യം ചെയ്തത്, N1/V അല്ലെ, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് V. ഓക്കെ, മൈനസ് N2 ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് V ഡാഷ് ഈക്വൽ ടു N1 മൈനസ് N2/R2. പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് ഈക്വേഷനിലേക്ക് എത്താം. ഇത് രണ്ടും കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്തോട് N1/V മൈനസ് N1/U ഈക്വൽ ടു N2 മൈനസ് N1 ഇൻറ്റു 1 മൈനസ് R1/1 മൈനസ് R2 എന്ന് പറ്റും. ഓക്കെ, എല്ലാത്തിനും N1 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലേക്ക് ഇക്വേഷൻ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും, പ്രയാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യണം അറിയോ, U ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു, V ഈക്വൽ ടു F ആണ് അല്ലെ. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് F-ലാണ് ഉണ്ടാവും, ഫോക്കസിലാണ് ഉണ്ടാവും. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടിയടാ, 1/F ഈക്വൽ ടു N21 മൈനസ് ഈ രണ്ട് പോർഷൻ നോക്കുന്നത്, ഈ ഭാഗം N21 മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് ഇതിന്റെ രണ്ടിന്റെയും റൈറ്റ് സൈഡ് ഈക്വൽ ആണെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള 1/F ആണ്, ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള 1/V മൈനസ് 1/U ആണ്. സോ 1/F ഈക്വൽ ടു 1/V മൈനസ് 1/U എന്ന് ഓർത്തു വെക്കാം. അടുത്തതാണ് ലാസ്റ്റ് റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. എടാ, ആദ്യം പിക്ചർ ഒക്കെ ഉണ്ട്, പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. പിക്ചർ ഫുള്ള് അലമ്പായിരുന്നല്ലോ. ഓക്കെ, ആദ്യം ഒരു പ്രിസ് ഒക്കെ വരക്കുക, എന്നിട്ട് ഒരു ഇൻസിഡന്റ് റേ വരക്കുക, അതിനിങ്ങനെ ഒരു നോർമൽ വരച്ചു കൊടുക്കുക, അവിടെ I എന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ നേരെ പോകുന്നു, ഇവിടുന്ന് ഒരു എമർജന്റ് റേ, അവിടെ ഒരു E എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ R1 മാർക്ക് ചെയ്തു, ഇവിടെ ഞാൻ R2 മാർക്ക് ചെയ്തു.
ഓക്കെ, ഇത്രയാണ് ഇതിൽ ഉള്ള കാര്യങ്ങൾ. ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ആംഗിൾ എ പ്ലസ് ക്യു എൻ ആർ ഈക്വൽ ടു 180. ആംഗിൾ എ ഏതാണ് വരുന്നത്? ആംഗിൾ എ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതും ഈ ആംഗിളും ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ എത്ര വരിക? 180 ആണ്. ശരിയാണ്, നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഈ ആംഗിൾ ടോട്ടൽ, കാരണം ഇതൊരു ട്രയാംഗിൾ അല്ലേ, ഇതിന്റെ 3 ആംഗിളും കൂട്ടിയാൽ 180 വരും. അതും ശരിയാണ്. നിങ്ങൾ നോക്കടാ, ഈ 2 സാധനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയാലും 180 വരണം അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ഈ 2 സാധനങ്ങളുടെ കൂടെ ഇവ രണ്ടാളും കൂട്ടിയാൽ ഒന്നാണെന്നാ പറഞ്ഞത്, 180 എന്നാ പറഞ്ഞത്. എടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ആംഗിൾ എയും R1+R2 എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ R1+R2 ഈക്വൽ ടു ആംഗിൾ എ എന്ന് എഴുതി. ഇനി ശ്രദ്ധിച്ചോ, അടുത്താണ് നമ്മൾ ഡീനെ കുറിച്ച് പറയാൻ പോകുന്നത്. ആംഗിൾ ഡീനെ കുറിച്ച് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിന്റെയും സമ്മാണ് ഡി. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഐ ആണ്, അതിന് R1 മൈനസ് ചെയ്യണം, I മൈനസ് R1. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇ ആണ്, അതിന് R2 മൈനസ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തോട്ടാ, പ്ലസ് ഉള്ളതൊക്കെ ഒരുമിച്ച് ചെയ്ത് ഐയും ഇയും ആണ് പ്ലസ് ഉള്ളത്, I പ്ലസ് ഇ മൈനസ് R1+R2. ഓക്കെ, R1+R2 പറഞ്ഞാൽ എ ആണ്, അപ്പൊ I പ്ലസ് ഇ മൈനസ് എ, ഇതാണ് ഇക്വേഷൻ നമ്പർ 2. എടാ ഇനി ഫോർ മിനിമം ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്തോട്ടാ, സ്മോൾ ഡിക്ക് പകരം ക്യാപിറ്റൽ ഡി എന്ന് എഴുതും. ഐയും ഇയും ഇൻസിഡന്റ് ആംഗിളും എമർജന്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. R1ഉം R2 എന്തിനായിരിക്കും? ഈക്വൽ ആയിരിക്കും, R ആയിരിക്കും. ശ്രദ്ധിച്ചാൽ നമുക്കറിയാം R1+R2 ആണ് എന്താ? എ. അപ്പൊ R1ഉം R2 ഈക്വൽ ആയാൽ 2R is equal to A എന്നായി. അപ്പൊ R is equal to A/2 ആയി. ശ്രദ്ധിച്ചോ, D is equal to ഐയും ഇയും ഒന്നായാലും നമുക്ക് 2I എന്ന് എഴുതിയാൽ മതി. 2I മൈനസ് എ, അതാണ് 2I മൈനസ് എ എന്ന് എഴുതി. ഇനി ഐ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതിടാ, എ പ്ലസ്, ഇവിടെ ക്യാപിറ്റൽ ഡി ആണ്, A+D എന്ന് വരും. ഓക്കെ, അപ്പൊ ഐ കിട്ടണമെങ്കിൽ A+D/2. ദെൻ നമുക്ക് ഇക്വേഷൻ അറിയാം, sin I by sin R ഈക്വൽ ടു N into sin A+D/2 sin A/2. മക്കളെ ഇത്രയുമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ്. സാർ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. വിത്തിൻ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്സ് മാക്സിമം എടുത്തിട്ട് 14 ഡെറിവേഷൻസ് സാർ ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫുൾ PPT ഇതിലുണ്ട്. ഓക്കെ, ഞാൻ എഴുതി വൃത്തികേടാക്കിയിട്ടൊന്നുമില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് സാധനങ്ങൾ ഉള്ളത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.